ഇതൊന്ന് ഓക്കെ റെക്കോർഡ് അല്ലേ? ചെയ്യണേ. ഓ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, 7 ബാർ 1 ബാറിനുള്ള എക്സീസുകൾ 0.8 ഡ്രൈനസ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ HNS HF1 പ്ലസ് X ഇൻറ്റു HF G1 ആണ്. അപ്പോൾ അതിൽ 7 ബാറിന് നേരെയുള്ള സ്റ്റീം ടേബിളിലെ HF1ഉം HFG1ഉം നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് X1 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H1 കിട്ടും. ഇതേപോലെ S1ഉം കണ്ടുപിടിക്കും, SF1 പ്ലസ് X ഇൻറ്റു SFG1. അപ്പോൾ മോളിൽ കിട്ടിയ SF1 SFG1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 0.8 കിട്ടും. അപ്പോൾ H1 ആയി S1 ആയി. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ S1 S2 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് S2 SF2 പ്ലസ് X2 ഇൻറ്റു SFG2. ഈ SF2ഉം SFG2 എവിടെ നിന്ന് കണ്ടുപിടിക്കും? സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കും. ഓക്കെ. ഫോർ എ പ്രഷർ ഓഫ് 1 ബാർ. S1 S2 ആണ്. S1 ആൾറെഡി കിട്ടി, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ X2 കിട്ടും. ഓക്കെ. ഈ X2 വെച്ചിട്ട് H2 കണ്ടുപിടിക്കും. H2യുടെ ഫോർമുല എന്താണ്? HF2 പ്ലസ് X2 ഇൻറ്റു HFG2. അപ്പോൾ X2 മോളിൽ നിന്നുള്ള X2 എടുത്ത് ഇവിടെ കൊടുക്കും. then HF2ഉം HFG2ഉം എവിടെ നിന്ന് കണ്ടുപിടിക്കും? പ്രഷർ 1 ബാറിന് നേരെയുള്ള സ്റ്റീം ടേബിളിൽ പോയി HF HFGയും കണ്ടുപിടിക്കും. അപ്പോൾ H2 ആയി. അപ്പം മൂന്നാമത്തെ എന്താണ്? H3 HF2 ആണ്. HF2 എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസർ പ്രഷർ ആയതുകൊണ്ട്, കണ്ടൻസറിന്റെ ഹീറ്റ് ആയതുകൊണ്ട് കണ്ടൻസറിൽ ലിക്വിഡ് ആണ്. സോ H3 എപ്പോഴും എന്തായിരിക്കും? HF2 ആയിരിക്കും. അപ്പം പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സെക്കൻഡ് കേസിൽ ഒരു ഡൗട്ട് ഉണ്ട്. എന്തിനാണ്? രണ്ടാമത്തെ കേസിൽ ഒരു ഡൗട്ട് ഉണ്ട്. എന്തിനാണ്? പറഞ്ഞോ. ഈ രണ്ടാമത്തെ കേസിൽ ഡ്രൈ സാച്ചുറേറ്റഡ് അല്ലേ? ഡ്രൈ അല്ല, വെറ്റ് സ്റ്റീം ആണ്. കാര്യം X2ന്റെ വാല്യൂ എത്രയും നോക്കുകയാണ് നമ്മൾ. വെറ്റ് സ്റ്റീം ആണ്. ഇപ്പൊ താഴോട്ട് വരുമ്പോൾ എന്തായാലും വെറ്റ് ആയിരിക്കും. ആൾറെഡി ഡ്രൈ ആണ്. അത് താഴോട്ട് സ്ട്രൈറ്റ് ആയിട്ട് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും വെറ്റ് ആയിരിക്കും. ഈ ഇതിന്റെ ഡയഗ്രാം കണ്ടില്ലായിരുന്നോ? നമ്മളെ TS ഡയഗ്രാം കണ്ടില്ലേ? TS ഡയഗ്രത്തിൽ എന്താണ് സ്റ്റീം പറയുന്നത്? ഈസ് ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റാർട്ടിങ് പോയിന്റിൽ അടുത്ത അത് രണ്ടാമത്തെ അല്ലേ? ആദ്യത്തെ കേസ് ഞാൻ ആദ്യത്തേതേ പറഞ്ഞോളൂ, രണ്ടാമത്തെ തുടങ്ങിയില്ല. അതാണ് ചോദിച്ചു. ആദ്യത്തേത് മാത്രമാണ്. ആദ്യത്തേത് ഓക്കെ അല്ലേ? ആദ്യത്തെ ക്ലിയർ ആയി. രണ്ടാമത്തെ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഇനി പഠിപ്പിക്കാൻ പോണതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മൾ എന്താണ് TS ഡയഗ്രാം എടുക്കുന്നു. ഓക്കെ. TS ഡയഗ്രത്തിൽ എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ, ദ സ്റ്റീം ഈസ് ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ്. ഡ്രൈ സ്റ്റീം. അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് 1 2 3 4. പമ്പ് വർക്ക് നെഗ്ലക്റ്റഡ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസീസിൽ H1 മൈനസ് H2 ഡിവൈഡഡ് ബൈ H1 മൈനസ് H3 ആണ് ഫോർമുല. ഓക്കെ. അപ്പൊ നമുക്ക് H1 കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ് ഔട്ട് H1 മീൻസ് H1 ഈസിക്കൽ എന്താണ് ഫോർമുല? P1 ഈസിക്കൽ ടു 7 ബാർ ആണ് തന്നിരിക്കുന്നത്. P2 ഈസിക്കൽ ടു 1 ബാർ ആണ്. അപ്പൊ P1 ഈസിക്കൽ ടു 7 ബാറിന് നേരെയുള്ള ഫസ്റ്റ് H1 ഈസിക്കൽ ടു HG1 ആണ് ഫോം. ആൻഡ് S1 ഈസിക്കൽ SG1. ഇത് എവിടെ നിന്ന് എടുക്കും? 7 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? SGയും HGയും SG എടുക്കും. അപ്പൊ അത് H1 ആയി. ഓക്കെ. ഡയറക്റ്റ് സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കുക. രണ്ടാമത്തെ H2 എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ വീണ്ടും ഇവിടെ S1 ഈസിക്കൽ ടു S2 ആണ് ഫോർമുല. സോ S2 ഈസിക്കൽ എന്താണ് ഫോർമുല? SF2 പ്ലസ് X2 ഇൻറ്റു SFG2. ഇതിലെ TS ഡയഗ്രം നോക്കി. ഇത് ഡ്രൈ സാച്ചുറേഷൻ സ്റ്റീം. അകത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇത് വെറ്റ് ആയിട്ട് മാറും. ഓക്കെ. ഈ ലൈനിനകത്തെല്ലാം വെറ്റാണ്. ഈ ലൈനിലാണെങ്കിൽ ഡ്രൈയും ഇതിന് വെളിയിലാണെങ്കിൽ എന്താണ്? സൂപ്പർ ഹീറ്റഡുമാണ് ഈ ലൈനിൽ TS ഡയഗ്രം. ഓക്കെ. അപ്പം ഇതിൽ S2 ഈസിക്കൽ SF2 പ്ലസ് X2 SF2 ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് 1 ബാർ ആണ്. അപ്പൊ SF2ഉം SFG2 നിങ്ങൾ എന്താ 1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീം ടേബിളിൽ പോയിട്ട് SFG വാല്യൂ SF വാല്യൂ എടുക്കുക. ഓക്കെ. S1 ഈസിക്കൽ S2 ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അൺനോൺ ഏതാണ്? X2 കിട്ടും. ഓക്കെ. ഇനി H2ന്റെ ഫോമിൽ എന്താണ്? H2 ഈസിക്കൽ എന്താണ് ഫോമിൽ? HF2 പ്ലസ് X2 ഇൻറ്റു SFG2. ഓക്കെ. അതിൽ X2ന്റെ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുക. HFഉം HFG2ഉം എവിടെ നിന്ന് എടുക്കുക? സ്റ്റീം ടേബിളിൽ പോയിട്ട് പ്രഷർ ഈസിക്കൽ ടു 1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് HFഉം HFG അപ്പൊ എന്ത് കിട്ടും? H2 കിട്ടും. ഓക്കെ. അപ്പൊ അതോടെ ആ കേസ് തന്നെ. H3 ഈസിക്കൽ എന്താണ്? HF2. ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യമാണ്. കണ്ടൻസർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? H3 is equal to HF2